നമസ്കാരം. ഈ ദർഗകൾ, ജാറം എന്നൊക്കെ കേരളത്തിൽ പറയുന്ന ചില സംവിധാനങ്ങളുണ്ട്. അത് പലരുടെയും ശവക്കല്ലറകളാണ്. അത് വളരെ പുണ്യപുരുഷന്മാരുടെ ശവക്കല്ലറകളായി ഇസ്ലാമിലെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന ചില ആരാധനാലയങ്ങളാണ്. ഇവ പലയിടത്തും നാം കണ്ടിട്ടുണ്ടാവും. ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ശവക്കല്ലറ ഇത്തരത്തിലുള്ളത് അജ്മീറിലാണ്. അജ്മീറിനെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ മറ്റു രീതിയിൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിശദമായിട്ടൊരു ചർച്ച നമുക്ക് മറ്റൊരവസരത്തിലാവും. ഇപ്പോൾ ഈ ദർഗകളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാര്യം, പലപ്പോഴും ഈ ഇസ്ലാമിക മതത്തിലെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക വിഭാഗം ഇവരിലൊക്കെ വലിയ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇതൊരു ദേശീയപാത വികസനങ്ങൾ പോലുള്ള പദ്ധതികൾക്ക് വലിയൊരു പൊതുശല്യമായി മാറാറുണ്ട്. കേരളത്തിൽ തന്നെ ബാലരാമപുരത്ത് ഇത്തരത്തിലൊരു പ്രശ്നം നീണ്ടകാലം നിലനിന്നിരുന്നു. ദേശീയപാതയുടെ വികസനത്തിൻ്റെ സമയത്ത് ഇത്തരത്തിലൊരു പള്ളിയോ ജാറമോ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ വികസനം ആ സ്ഥലം എടുക്കുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു അവകാശവാദമൊക്കെ ഉന്നയിച്ചും അല്ലെങ്കിൽ ഒരു തടസ്സം ഉന്നയിച്ചും പലരും മുന്നോട്ട് വന്നിരുന്നു. അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ വികസന പദ്ധതികൾ സംബന്ധിച്ച് ഈ ജാറങ്ങൾ ഉയർത്താറുണ്ട്. പലപ്പോഴും അമ്പലങ്ങളും ഉയർത്തിയിരുന്നു ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഗുജറാത്തിൽ ഏതാണ്ട് 200 അമ്പലങ്ങളാണ് ഈ റോഡ് വികസനത്തിനൊക്കെയായി വേണ്ടി സർക്കാർ ഏറ്റെടുത്ത് ഇടിച്ചു കളഞ്ഞത്. കാരണം അവയിൽ പലതും അനധികൃതമായി കയ്യേറിയ സ്ഥലങ്ങളിലായിരുന്നു. ഈ സംഭവത്തെ തുടർന്നാണ്, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രവീൺ തൊഗാഡിയ എന്ന തീപ്പൊരി നേതാവ് നരേന്ദ്രമോദിയുമായി അകലുന്നത്. കാരണം ഹിന്ദുക്കൾക്ക് വേണ്ടി വന്നിട്ട് 200 അമ്പലങ്ങൾ വികസനത്തിന് വേണ്ടി ഇടിച്ചു കളഞ്ഞത് മോശമായി പോയി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചാണ് അദ്ദേഹം നരേന്ദ്രമോദിയുമായി രാഷ്ട്രീയമായി അകലുന്നത്. ഇതൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. 2 സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. മലയാളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പതിവ് പോലെ തന്നെ ഈ സംഭവങ്ങൾ മുക്കി. ഒന്ന്, ആരേ പ്രദേശമുണ്ടല്ലോ, ആരേ കോളനി എന്ന് പറയുന്നത്, ഈ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വികസനത്തിന് വേണ്ടി സ്ഥലമെടുക്കുവാൻ പോയപ്പോൾ ആരേ വനനിരകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് വലിയ ബഹളങ്ങൾ ഉണ്ടായത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ആ പ്രദേശത്തുള്ളൊരു ഹൗസിംഗ് കോളനിയാണ്. ആ ഹൗസിംഗ് കോളനിക്ക് അടുത്ത് തന്നെയാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. ഈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ സ്ഥലം കയ്യേറി നിർമ്മിക്കപ്പെട്ട ഹസ്രത്ത് സയ്യദ് പീർ ബാബ ദർഗ, ഈ ശവക്കല്ലറ, അത്തരത്തിലുള്ള ഏതോ ഒരു ബാബയുടെ ശവക്കല്ലറ, അതിനു ചുറ്റും ഒരു പള്ളി പോലെ പണിഞ്ഞുള്ള ഒരു ആരാധനാലയം. ഈ ആരാധനാലയം അനധികൃതമായി കയ്യേറിയ സ്ഥലത്താണ് നിർമ്മിച്ചിരുന്നത് എന്നുള്ളൊരു വാദം നേരത്തെ തന്നെ ഉയരുകയും 2017-ലും 2018-ലും ഈ ആരോപണങ്ങൾ അധികൃതർ പരിശോധിച്ച് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യം 2017-ൽ ഈ അനധികൃതമായി കയ്യേറിയ സ്ഥലത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. അവർ വീണ്ടും അത് പുനർനിർമ്മിച്ചു അനധികൃതമായി തന്നെ. 2018-ൽ വീണ്ടും അധികൃതർ ഈ അനധികൃത നിർമ്മാണം ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. അവർ വീണ്ടും പുനർനിർമ്മിച്ചു. അവർ എന്ന് ഞാൻ പറയുന്നത് ഈ ദർഗയുടെ അധികൃതരാണ്. ദർഗയുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണസമിതി. അവർ വീണ്ടും 2018-ൽ ഇത് പുനർനിർമ്മിച്ചു എന്ന് മാത്രമല്ല, കൂടുതൽ സ്ഥലങ്ങൾ കയ്യേറി ഇതങ്ങ് വികസിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഇനിയൊരു ഇത്തരത്തിലുള്ള നീക്കം, അതായത് ഇത് പൊളിച്ചു കളയുവാനുള്ള നീക്കമുണ്ടായാൽ അതിനെ തടയുവാൻ വേണ്ടി ആ ദർഗ വികസിപ്പിച്ച് കൂടുതൽ ആരാധകരെ അല്ലെങ്കിൽ ഭക്തരെ അങ്ങോട്ട് കൊണ്ടുവരുന്നൊരു സംവിധാനം ഈ വാരിസ് പത്താനെ പോലുള്ള AIMൻ്റെ ഒവൈസിയുടെ പാർട്ടിയുടെ ഒരു വാരിസ് പത്താൻ എന്നൊരു തീപ്പൊരി നേതാവുണ്ട് അവിടെ. നല്ല ഒന്നാം തരം ജിഹാദിയാണെന്നാണ് BJPയുടെ ആരോപണം. അദ്ദേഹത്തിൻ്റെ ഒരു സഹായത്തോടു കൂടി തന്നെ ഭക്തന്മാരുടെ ഒരു ഒഴുക്ക് അങ്ങോട്ടുണ്ടാക്കുവാനുള്ളൊരു സംവിധാനം 2018 മുതൽ ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കീർത്തി സോമയ്യ എന്ന BJP നേതാവ് ഈ വിഷയം ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയും അധികൃതരോട് ഈ അനധികൃത കയ്യേറ്റത്തിനും നിർമ്മാണത്തിനുമെതിരെ ശക്തമായ നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് അധികൃതർ വീണ്ടും ഒരു പുനഃപരിശോധന നടത്തി കൃത്യമായിട്ട് അനധികൃതമായി കയ്യേറിയ സ്ഥലങ്ങളുടെ ഒരു കണക്കെടുത്ത് ഈ ദർഗയുടെ അധികൃതർക്ക് നോട്ടീസ് നൽകി. നിയമപരമായി തന്നെ നോട്ടീസ് നൽകി. അവരത് അനുസരിക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇതിന് തടയിടുവാൻ വേണ്ടി കോടതിയിലേക്ക് നീങ്ങുവാനുള്ള ഒരു സംവിധാനം ഈ വാരിസ് പത്താനിലൂടെ അവരൊരുക്കുകയും ചെയ്തു. പക്ഷേ അധികൃതർക്ക് അറിയാം, ഈ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനൊരു നീണ്ടകാല സമയം എടുക്കും. കാരണം വിധി വന്നാൽ അനുകൂലമായോ പ്രതികൂലമായോ വിധി വരുവാൻ വാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാധ്യമ ചർച്ചകളും അവിടുത്തെ ന്യായവിധികളും ഒടുവിൽ കോടതിയുടെ ന്യായവിധിയും അങ്ങനെ ഒരുപാട് സമയം ഇതിനെടുക്കുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഈ
നോട്ടീസിൻ്റെ ഒരു കൃത്യമായ കാലാവധിയുണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിന് തക്ക നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇത്രാം ദിവസം ഞങ്ങളുടേതായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നുള്ളൊരു ദിവസമുണ്ടല്ലോ, ഒരു സമയപരിധി ഉണ്ടല്ലോ. ആ സമയപരിധി കഴിഞ്ഞതും അവർ ആ ദർഗയെ അങ്ങ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. ഇന്നലെ കനത്ത പോലീസ് കാവലിലാണ് ഈ സംഭവം നടക്കുന്നത്. വാരിസ് പത്താനെ പോലുള്ളവർ നെഞ്ചത്തടിയും നിലവിളിയുമായി ഇറങ്ങിയിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ കേസിന്, അല്ലെങ്കിൽ കോടതിയിലേക്ക് ഞങ്ങൾ പോയത്, കോടതി ഇത് പരിഗണിക്കും മുമ്പേ, കോടതി പരിഗണിച്ചിട്ടില്ല കേട്ടോ, അതാണ് കൃത്യമായിട്ട് അധികൃതർ വളരെ ബുദ്ധിപൂർവമായൊരു നീക്കം നടത്തിയത്. കോടതി ഈ കേസ് പരിഗണനയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ അവർ നിയമം നടപ്പാക്കി. ഇപ്പോൾ കരച്ചിലും ബഹളവുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കനത്ത സുരക്ഷയിൽ, പോലീസ് സുരക്ഷയിൽ ആ കൃത്യം അവരങ്ങ് ചെയ്തു. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകർ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 2 തവണ ഇതിനു മുൻപ് ഈ ദർഗ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് അനധികൃത നിർമ്മാണത്തിൻ്റെ കാരണം പറഞ്ഞു. എന്നാൽ പോലും അത് പുനർനിർമ്മിക്കപ്പെട്ടു. ഇനി കൂടുതൽ ശക്തമായ സംവിധാനങ്ങളോടെ അത് അങ്ങനെ ഒരു കയ്യേറ്റവും പുനർനിർമ്മാണവും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് വരുത്തുമെന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. കീർത്തി സോമയ്യെ പോലുള്ള നേതാക്കൾക്കും ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇനി ഉത്തർപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ വാരണാസിയിൽ 400 വർഷങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ള മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നൊരു പള്ളിയുണ്ട്. 400 വർഷങ്ങളൊന്നുമല്ല, ഈ വളരെ സമീപകാലത്ത് റെയിൽവേയുടെ സ്ഥലം കയ്യേറി അജ്ഗൈബ് ഷഹീദ് എന്നൊരു പള്ളി നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിന് 400 വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ റെയിൽവേയുടെ സ്ഥലം കയ്യേറിയ നിർമ്മാണമായതുകൊണ്ട് തന്നെ കോടതിയുടെ ഉത്തരവ് വന്നു ഇടിച്ചു പൊളിച്ച് കളയുവാൻ. കാരണം കാശി മോഡൽ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുവാൻ വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി സർവേ നടത്തിയപ്പോൾ ഇത് റെയിൽവേയുടെ സ്ഥലമാണെന്ന്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥലമാണെന്ന്, റെയിൽവേയുടെ സ്ഥലമായിട്ടില്ല ഇതുവരെ, സർക്കാരിൻ്റെ സ്ഥലമാണെന്ന് അധികൃതർക്ക് ബോധ്യപ്പെടുകയും അതേ തുടർന്ന് അവർ നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷേ കോടതിയിൽ പോയി, ഇവർ കൃത്യസമയത്ത് തന്നെ കോടതിയിൽ പോയി. പക്ഷേ കോടതിയുടെ വിധി അവർക്ക് പ്രതികൂലമായാണ്, ഈ പള്ളിക്കാർക്ക് പ്രതികൂലമായാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ ആ പള്ളിയും ഇടിച്ചു കളഞ്ഞു. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പള്ളിയോടൊപ്പം തന്നെ ഈ കാശി മോഡൽ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് സ്ഥലമെടുത്തതിൽ ഒരു ഹനുമാൻ ക്ഷേത്രവും ഉണ്ടായിരുന്നു. ആ ഹനുമാൻ ക്ഷേത്രവും ഉത്തർപ്രദേശ് സർക്കാർ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. ആ ക്ഷേത്രത്തിൻ്റെ അധികൃതരോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭക്തരോ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കിയില്ല. പക്ഷേ ഈ അജ്ഗൈബ് ഷഹീദ് എന്ന മുസ്ലിം പള്ളി ഇടിച്ചു പൊളിച്ച് കളയുവാൻ വൻ സേനാ സംവിധാനവും സുരക്ഷാ സേനയുടെ വിന്യാസവും ബുൾഡോസറുകളും എല്ലാം തന്നെ വേണ്ടി വന്നിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു സ്ഥിരം ശല്യമായി ഇത്തരം ദർഗകളും ജാറങ്ങളും മാറുന്നു എന്നുള്ളത് ഭാരതത്തിൽ ദൗർഭാഗ്യകരമായൊരു വസ്തുതയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു മതം, പ്രത്യേകിച്ച് വിഗ്രഹാരാധന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലുള്ള വസ്തുക്കളെ ആരാധിക്കുന്നത് പാപമാണ്, അതാണ് ഏറ്റവും വലിയ പാപമെന്ന് വിശ്വസിക്കുന്നൊരു മതം ഇത്തരത്തിലുള്ള ശവക്കല്ലറകൾ വെച്ച് വികസനത്തിന് എതിരെ വിലപേശുന്നത് ദൗർഭാഗ്യകരമാണ് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയല്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നിങ്ങളുടെ ഈ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. കാരണം ഈ ജാറമെന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആരാധനാ രീതി പതിയെ പതിയെ കേരളത്തിലേക്കും വരുന്നുണ്ട്. ഈ ആരാധനാരീതി വരുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. കാരണം ഏത് തരത്തിലുള്ള ആരാധനയും അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പത്ത് അവസാനിക്കണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഒരാളുടെ ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ഒരു സമൂഹത്തിന് മുഴുവനായി ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാകരുത്. ഇപ്പോൾ ഉത്സവങ്ങളും, ഇപ്പോൾ എന്ത് പറഞ്ഞാൽ ഈ പൊതു നിരത്തിലുള്ള നിസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഉത്സവങ്ങളോ, അപ്പോൾ ഉത്സവങ്ങളെന്ന് പറയുന്നത് കാലികമായിട്ട് കൃത്യമായ സമയക്രമത്തോടു കൂടി ഇന്ന ദിവസം നടക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന, വർഷത്തിൽ ഒരിക്കലോ 2 തവണയോ മാത്രം നടക്കുന്നൊരു പ്രക്രിയയാണ്. അതുപോലല്ല വെള്ളിയാഴ്ചകൾ തോറുമുള്ള പൊതുനിരത്തിലെ നിസ്കാരം. ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരുന്നവർക്ക് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു പ്രതിരോധം. കാരണം ഞങ്ങളുടെ ഒരു അവകാശ സ്ഥാപനത്തിനെ തടയുന്നവർക്കെതിരെ ഒരു പ്രതിരോധം. ഇതൊരു അവകാശ സ്ഥാപനം തന്നെയാണ് ഈ ജാറവും ആരാധനാലയം എല്ലാം. ഒരു കാര്യം പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കുക, ഈ ജാറമൊക്കെ കെട്ടിപ്പൊക്കി ആ ഒരു സ്ഥലം കയ്യേറി ഇവർ അവിടെ അധിവസിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം സർക്കാരിൽ നിന്ന് നേടിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയിലല്ല. ഇതെല്ലാം ആരെ കോളനി, അതൊരു പ്രസിദ്ധമായ കോളനിയാണ്. പ്രത്യേകിച്ച് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്, ആരെ വനനിരകൾ ഇവയെല്ലാം ഉള്ള പ്രദേശമായതിനാൽ ഒരു സന്ദർശകർ ഒരുപാട് വരുന്ന, ഒരു ചരിത്ര പ്രാധാന്യവും ഒരുപാടുള്ള, മഹാരാഷ്ട്രയുടെ ചരിത്രവുമായി നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന
പ്രദേശങ്ങളാണ് ഈ ആരേ വനനിരകളൊക്കെ. അത്രയും പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് ഞങ്ങളുടെ ഒരു ബിംബം ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രവർത്തന രീതി തന്നെയാണ്. അത് അയോധ്യയിലെ തർക്കനിർമ്മിതിയായിരുന്നെങ്കിലും, പൊളിച്ചു കളഞ്ഞ തർക്കനിർമ്മിതിയായിരുന്നെങ്കിലും, ഈ പീർ ബാബയുടെ ദർഗയാണെങ്കിലും, അജ്ഗൈബ് പള്ളിയായിരുന്നെങ്കിലും, അജ്ഗൈബ് പള്ളി എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കാശി, അതിനോടടുത്ത് നമ്മുടെ ഒരു ഇതിരിക്കട്ടെ. കാരണം ഇപ്പോൾ ഈ ഔറംഗസേബ് നിർമ്മിച്ച തർക്കനിർമ്മിതി ഗ്യാൻ വ്യാപി വലിയ താമസമില്ലാതെ അവിടെ നിന്നങ്ങ് മാറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെ ഇതൊരെണ്ണം ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒരു ബിംബം ഇരിക്കണമല്ലോ അവിടെ, ഞങ്ങളുടെ ഒരു അവകാശ സ്ഥാപനം എന്നുള്ള രീതിയിൽ. കാരണം ഞങ്ങൾ മറ്റുള്ളവരുടെ മുകളിലാണ് എന്ന് പ്രദർശിപ്പിക്കുവാനുള്ള ഒരു ബിംബം, അത് തന്നെയാണ് ഇവർ ഈ ദർഗകളിലൂടെയും ജാറങ്ങളിലൂടെയും ഉദ്ദേശിക്കുന്നത്, മറ്റൊന്നുമല്ല. അല്ലാതെ വിഗ്രഹാരാധന പാടില്ല, ഇത്തരത്തിലുള്ള വസ്തുക്കളൊന്നും നിർമ്മിച്ച് ശവക്കല്ലറ പോലും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു മതത്തിൽ ഇത്തരത്തിലുള്ള ആരാധനാ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് ഒരു പ്രദർശനപരതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു അവകാശ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്, തങ്ങളുടെ മേൽക്കോയ്മ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒപ്പം വികസനത്തിന് തടയിടുന്ന ചില കോമാളിത്തരങ്ങൾ ഇത്തരത്തിൽ വാരിസ് പത്താനെ പോലുള്ളവർക്ക് കാണിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പിനുള്ള സാധ്യത കൂടിയാണ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ഉദ്ദേശത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് തന്നെ പറയാം, ഉദ്ദേശത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയാം. ഇത് സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മലയാളികൾ ഒരുപാട് കണ്ടു കാണില്ല. ബാലരാമപുരത്തുള്ള ഒരു സംഭവം അല്ലാതെ ഒരെണ്ണം എൻ്റെ ഓർമ്മയിൽ കേരളത്തിലുണ്ടായതായി ഓർക്കുന്നില്ല ഞാൻ. അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തെവിടെയെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. പിന്നെ ഈ വികസനത്തിനെതിരെ, അല്ലെങ്കിൽ വികസനത്തിന് തടസ്സമായി ഈ ആരാധനാലയങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.